കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. അതും ശുദ്ധജലമല്ലെങ്കിലോ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലേക്ക് പോവുക തന്നെയാണ്. ഇപ്പോൾ കൊച്ചിയിലെ ഫ്ളാറ്റുകളിൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ളാറ്റുകളിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളം രോഗകാരണമാകുന്നു എന്നതാണ് പ്രാഥമിക നിഗമനം. 100 കണക്കിന് ഫ്ളാറ്റുകളുള്ള കൊച്ചിയിലെ ഫ്ളാറ്റുകളിലേക്ക് ആവശ്യത്തിന് ശുദ്ധജലം എത്തിക്കാൻ ജല അതോറിറ്റിക്ക് സാധിക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമാണ്. അതിസാരം പടർന്നു പിടിച്ച കാക്കനാട്ടെ DLF ഫ്ളാറ്റിന് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, വേങ്ങൂരിന് പിന്നാലെ കാക്കനാട്ടെ ഫ്ളാറ്റുകളിലും കുടിവെള്ളം തന്നെയല്ലേ വില്ലൻ? രജനി, അതുതന്നെയാണ് എറണാകുളത്തെ ഏറ്റവും പ്രധാന ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. ശുദ്ധജലം ലഭ്യമാവുന്നില്ല എന്നത് തന്നെയാണ്. അത് വേങ്ങൂരിൽ നമ്മൾ കണ്ടു, നിരവധി പേരാണ് മരണപ്പെട്ടത്. ഇപ്പോഴും 250-ലധികം പേർ രോഗബാധിതരായുണ്ട്. ആ ഒരു അവസ്ഥ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് സമാനമായ രീതിയിൽ DLF ഫ്ലാറ്റ്, കാക്കനാടുള്ള DLF ഫ്ലാറ്റിലെ 5000-ലധികം പേർ താമസിക്കുന്ന ഫ്ലാറ്റാണ്. ഇവിടെ ആവശ്യത്തിനുള്ള കുടിവെള്ളം എത്തിക്കുന്നതിൽ ജല അതോറിറ്റി പരാജയപ്പെടുന്നു. മറ്റ് സ്രോതസ്സുകൾ ഫ്ലാറ്റ് ഉടമകൾ തേടുന്നു. ആ സ്രോതസ്സിൽ നിന്നാണോ അതേ ജല അതോറിറ്റി എത്തിച്ച വെള്ളത്തിൽ നിന്നാണോ എന്ത് തന്നെയായാലും കുടിവെള്ളത്തിൽ നിന്നാണ് ഇവിടെ ഏതാണ്ട് 600-ലധികം പേർക്ക് അതിസാരം ഉണ്ടാകുന്നത്. അതിൽ പിഞ്ചു കുട്ടികളടക്കമുള്ളവരുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ കുറ്റക്കാരെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും സംസ്ഥാന സർക്കാർ തന്നെ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതിലുപരിയായി ജല അതോറിറ്റി ഇവർക്ക് വേണ്ട വെള്ളം ലഭ്യമാക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പായാലും കൃത്യമായി ആദ്യം ഈ രോഗം വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അത്തരമൊരു ഇടപെടലും ഉണ്ടാവാഞ്ഞത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് ഇത് കൊണ്ടുചെന്നെത്തിക്കുന്നു. അത്തരത്തിൽ ഇപ്പോൾ ഇന്നും 65 പേർ പുതിയതായി ചികിത്സ തേടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് അകത്ത് നടക്കുന്നുണ്ട്. അവിടേക്ക് 65 പേരാണ് ചെന്നെത്തിയത്. അതോടൊപ്പം തന്നെ നേരത്തെ രോഗം വന്ന് ഭേദമായി എന്ന് കരുതിയവർക്ക് വീണ്ടും രോഗം വരുന്നു. ആ രീതിയിൽ വളരെ ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനെ ഒരു തരത്തിലും നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഇവിടുത്തെ താമസക്കാരനായ അരുൺ നമ്മളോടൊപ്പം ചേരുകയാണ്. എത്രത്തോളം ഗൗരവതരമായ ഒരു അവസ്ഥ എന്നത് അരുണിനോട് തന്നെ ഒന്ന് ചോദിക്കുക. ഇപ്പോഴത്തെ നിങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒപ്പം രോഗം നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയത്തുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് വീണ്ടും രണ്ടാമതും അസുഖം വരുന്നുണ്ട്. റീലാപ്സ് വരുന്നതാണ് ഏറ്റവും വലിയൊരു അപകടം. പിന്നെ വെള്ളം ഇപ്പോൾ നമ്മൾ ഫുള്ളി ടാങ്കർ വെള്ളത്തിലാണ് റിലേ ചെയ്യുന്നത്. നമുക്ക് ബോർവെല്ലുണ്ട്, കിണറുണ്ട്, KWയുടെ വെള്ളമുണ്ട്. KWയുടെ നമുക്ക് 25,000 ലിറ്റേഴ്സാണ് അവർ തരുന്നത്. നമ്മുടെ ഒരു ദിവസത്തെ ആവറേജ് കൺസംഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 4.25 ലക്ഷം ലിറ്ററാണ്. അത് 25,000 ലിറ്റർ KWയിൽ നിന്ന് കിട്ടിയിട്ട് നമുക്കൊന്നും ആകാനില്ല. ഒരുപാട് തവണ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും പല ആൾക്കാരെയും കണ്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വേതനങ്ങളും പരാതികളും കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അത് നമുക്കിപ്പോൾ ഒരു പൈപ്പ് തന്നിട്ടുണ്ട്. 2 ഇഞ്ച് പൈപ്പാണെന്നാണ് അവർ പറയുന്നത്. സോ നോർമലി മറ്റ് വീടുകളിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും വലിയ പൈപ്പ്. സോ അതിൽ കൊണ്ട് നമുക്ക് 25,000 ലിറ്റർ കിട്ടും. ബട്ട് 25,000 ലിറ്റർ 5,000-6,000 പേര് താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒന്നും ആവത്തില്ല. അറ്റ്ലീസ്റ്റ് കുടിവെള്ളത്തിന് പോലും തികയത്തില്ല അത്. പിന്നെ നമ്മുടെ ബോർവെല്ല് TDS ഭയങ്കര കൂടുതലാണ്. 2000 വരെയൊക്കെ ചില ബോറിൽ TDS ഉണ്ട്. അപ്പോൾ ആ TDS കുറയ്ക്കാനായിട്ട് നമ്മൾ ടാങ്കർ വെള്ളത്തിന് ഇപ്പം ടാങ്കർ വെള്ളം വാങ്ങുന്നുണ്ട്. അതിനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണേ. പിന്നീട് അതിന് പുറമെ നമ്മുടെ കിണർ വെള്ളമുണ്ട്, നമുക്ക് KWയുടെ വെള്ളമുണ്ട്. ഇതിൻ്റെ എല്ലാവരും മിക്സാണ് നമ്മൾ ഓരോ ടാങ്കിൽ പോയിട്ട് വീടുകളിലേക്ക് വെള്ളമായിട്ട് എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ ഏത് സോഴ്സിൽ നിന്നാണ് ഈ ഈക്കോളി വന്നേക്കുന്നത്, എവിടെ നിന്നാണ് ഈ സാധനം വന്നേക്കുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അറിവില്ല. ഇപ്പം ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഇപ്പോഴും അവരിവിടെയുണ്ട്. അവരെല്ലാ വാട്ടർ സോഴ്സിൽ നിന്നും വെള്ളം സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. കെമിക്കൽ അനാലിസിസും വൈറൽ അനാലിസിസും ബാക്ടീരിയൽ അനാലിസിസും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ഏത് സോഴ്സ് ഐസൊലേറ്റ് ചെയ്യണം, ഏത് സോഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ രോഗം വന്നവരുടെ പരിശോധനയിൽ എന്താണ് അവർക്ക് പ്രശ്നം എന്നത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. വയറിളക്കവും വോമിറ്റിങ്ങുമാണ് അധികവും ആൾക്കാർക്കുള്ള സിംറ്റംസ്. പക്ഷേ ആ വയറിളക്കം മൂലം ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ, അത് കാരണം ഉണ്ടാകുന്ന ക്ഷീണം, ഇത് പിന്നീട് ഒരുപാട് കറക്റ്റായിട്ട് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഇത് പിന്നീട് ഹെപ്പറ്റൈറ്റിസ് B അല്ലെങ്കിൽ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, അങ്ങനെ മലേറിയ, അങ്ങനെ എന്തിലേക്ക് വേണമെങ്കിലും ഇത് പോകാം. സോ അതുകൊണ്ട് ഇപ്പം നമ്മുടെ പ്രയോറിറ്റി ആൾക്കാരുടെ ഹെൽത്ത് ശരിയാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കിയെല്ലാം നോക്കാം എന്നാണ് തീരുമാനിക്കുന്നത്. ഈ സത്യത്തിൽ രോഗം ആദ്യം കണ്ടെത്തിയ ഒരു സമയത്ത് തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായി ഇത് അറിഞ്ഞ് ഇടപെട്ടിരുന്നെങ്കിൽ, അവരിലേക്ക് ആ വിവരം പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ആൾക്കാരിലേക്ക് രോഗം എത്തുന്നതിനെ നിയന്ത്രിക്കാൻ കഴിയില്ലായിരുന്നു. ആരോഗ്യവകുപ്പിലേക്ക് ഈ ഒരു വിവരം കൃത്യമായിട്ട് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ, നമുക്ക് റിപ്പോർട്ട് ആദ്യമായി ഈക്കോളിയെ കണ്ട സമയത്ത് തന്നെ അറിയിച്ചിരുന്നെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അപ്പോഴും അറിയണ്ടായിരുന്നില്ല. അത് ഇനിഷ്യലി ജൂൺ ആദ്യമൊക്കെ അത് അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് തടയാൻ പറ്റിയേനെ.
അത് ഇപ്പോഴത്തെ ഈ വീണ്ടും രോഗം വരുന്ന അവർക്ക് കൃത്യമായ ചികിത്സ കൊടുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം പുറത്തും കിടത്തി ചികിത്സയ്ക്ക് അടക്കമുള്ളതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇടപെടൽ ഉണ്ടായിരുന്നുണ്ട്. ഇന്നലെ ഒരു ഫുൾ ഡേ സർക്കാർ ജില്ലാ ആശുപത്രിയിൽ ഒരു വലിയ സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ആംബുലൻസ് അടക്കം നമ്മുടെ ഇവിടെ സ്റ്റേഷനിലായിരുന്നു. ഇന്നലെ മാത്രം ഏതാണ്ട് 200-ന് മേലെ ആൾക്കാർ ചികിത്സ തേടിയിട്ടുണ്ട്. ഇന്നലെ ആസ്റ്റർ എന്ന് ഇവിടെ ഉണ്ടായിരുന്നു, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്നുണ്ടായിരുന്നു, ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നിയന്ത്രണാതീതമായിരുന്നു ക്രൗഡ്. അത്രയും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു ഇന്നലെ ചികിത്സ തേടാനായിട്ട്. സോ ഇത് അറിഞ്ഞതിന് ശേഷം ഇപ്പം ഞായറാഴ്ച തൊട്ട് ഇങ്ങോട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ബാക്കി തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആണെങ്കിലും അവിടെ എല്ലാം ഫുൾ സപ്പോർട്ടും അവർ ഇവിടെ വരുന്നുണ്ട്, നമ്മളുമായിട്ട് കണക്റ്റിലുമാണ്, അവർ സംസാരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഉണർവുണ്ടാവുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ആരോഗ്യമന്ത്രിയുടെ ബന്ധു വിളിക്കുന്നു. ആ ഒരു സാഹചര്യം വരെയും ഇത്തരം ഒരു തരത്തിലുള്ള ഇടപെടലോ ഇല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയോ ഒരു ഭാഗത്തുനിന്നും ഇല്ലാത്തൊരു സാഹചര്യം തന്നെയല്ലേ നിലനിന്നിരുന്നത്. ഇപ്പം ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് സംസാരിച്ചത് വീണ മാഡത്തിന് കോൾ ചെന്നതിന് ശേഷമാണ്. അതാണ് എനിക്കും അറിയാൻ കഴിഞ്ഞത്. സോ അതിന് മുന്നേ ഇത്രയും ആൾക്കാർ, ഇതിൻ്റെ പകുതി ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ പ്രീ മൺസൂണിന് വേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് പ്രിവെൻറ്റ് ചെയ്തേനേക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ എത്തുന്ന ഈ ജലസ്രോതസ് അത് കിണറിനെ ആശ്രയിക്കുമ്പോൾ അതിലേക്ക് മാലിന്യം കലരാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം ഉണ്ടോ ഇവിടെ? നമുക്ക് ഇവിടെ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്കിവിടെ മൊത്തം അപ്പാർട്ട്മെൻറ്റ്സാണ്. നിങ്ങൾ നോക്കിയാൽ അപ്പാർട്ട്മെൻറ്റുകളും വീടുകളും ഉണ്ട്. നമ്മൾ ഭൂമിക്കടിയിലെ വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പുറത്തുള്ള സെപ്റ്റിക് ടാങ്കുകൾ എങ്ങോട്ടാണ് പോകുന്നത്, അവരെങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. സോ അതിൽ നിന്ന് ഒരു ഐ ഡോണ്ട് നോ, ആ പോസിബിലിറ്റി ഉണ്ടാവാതിരിക്കാം. അതിപ്പോൾ റിപ്പോർട്ട് വന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സമീപത്തെ താമസക്കാർ ഇന്നലെ വന്ന് പറഞ്ഞത് പുറത്തുനിന്നുള്ള അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു, അതോടൊപ്പം തന്നെ അവിടുത്തെ വെള്ളം ഇവിടുത്തെ ഈ കിണറിലേക്കും വരുന്നതാണ്, ആ വെള്ളക്കെട്ടിലെ വെള്ളം കിണറിലേക്ക് ഒഴുകി എത്തിയതാണ് ഇത്തരമൊരു കാരണത്തിന് സാധ്യതയുണ്ട് എന്ന തരത്തിൽ പറയുന്നത്. അത്തരം എന്തെങ്കിലും അവസ്ഥ പുറകിലെ പുഴയുടെയോ സമീപത്തുള്ള തോട്ടിലോ അങ്ങനെ വല്ലതും വെള്ളം കലരാനുള്ള സാഹചര്യം ഉണ്ടോ? ഇല്ല, പുറമേ കിണറിൽ നിന്നും നമ്മുടെ കിണറെല്ലാം നല്ല ആ തൊടി കെട്ടി പൊക്കിയ കിണറാണ്. അതിലേക്ക് വെള്ളം ഒഴുകി വരില്ല. മണ്ണിനടിയിലൂടെ ഭൂമിക്ക് അടിയിലൂടെ ഉറവേന്ന് വരുന്ന വെള്ളമേ ഉണ്ടാവുള്ളൂ. അത് എവിടുന്നാണ് വരുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അതിൻ്റെ സ്രോതസ് മണ്ണിൻ്റെ അടിയിലാണല്ലോ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആരുടെയെങ്കിലും നില ഗുരുതരമായ അത്തരം ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടോ ഇവിടുത്തെ? അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുഞ്ഞിന് തീരെ വയ്യാന്നും പറഞ്ഞ് അവനെ അഡ്മിറ്റഡ് ആണ്. അപ്പം അവൻ്റെ വൈറോളജി റിപ്പോർട്ട്, ബാക്ടീരിയോളജി റിപ്പോർട്ട് വരെ എടുക്കേണ്ടി വന്നു. നോർമൽ ബ്ലഡ് ടെസ്റ്റിലോ അല്ലെങ്കിൽ സ്റ്റൂൾ കൾച്ചറിലോ കിട്ടാത്ത കിട്ടാത്ത ഇൻഫർമേഷൻ അവർക്ക് ഈ കുറേ ഡീറ്റെയിൽസ് ടെസ്റ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. അവരിപ്പോഴും ഹോസ്പിറ്റലാണ്. കുഞ്ഞു 4 വയസ്സ് 5 വയസ്സുള്ളൊരു കുട്ടിയാണ്. അതിലെന്താണ് കാണിക്കുന്ന റിസൾട്ടിൽ? ഈക്കോളിയാണ് ഒരു പ്രധാന ഇഷ്യൂ. പിന്നെ പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈക്കോളി അത് നമ്മൾ കറക്റ്റായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ഹെപ്പറ്റൈറ്റിസോ ജോണ്ടിസോ ആയിട്ട് മാറാനും പോസിബിലിറ്റി ഉണ്ട്. അതിനുള്ള ആൻറ്റിബയോട്ടിക്കുകളും വളരെ കുറവാണെന്ന് കേൾക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ മരുന്നുകളും ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മറ്റൊരു കുട്ടി 4 വയസ്സുള്ളൊരു കുട്ടിക്ക് അവളുടെ സ്റ്റൂൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഈക്കോളിയുടെ പ്രസൻസ് ഉണ്ട്. ആ റിപ്പോർട്ടിൽ അവർ എഴുതിയിട്ടുണ്ട് ആ വൈറസ് കുറേ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആണ്. ചില 3-4 ആൻറ്റിബയോട്ടിക്സ് മാത്രമാണ് അതിനെ ചെറുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ആൻറ്റിബയോട്ടിക്സ് ഒക്കെ അത് റെസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞു. എന്തു തന്നെ ആയാലും വളരെ ഗൗരവതരമായ അവസ്ഥ തന്നെ ആണ് നിലനിൽക്കുന്നത്. ഇതോടൊപ്പം തന്നെ പറയേണ്ടത് ഈ കാക്കനാട് മേഖലയിലെ തൃക്കാക്കര മേഖലയിൽ മാത്രം നിരവധി ഫ്ലാറ്റുകളുണ്ട്. അവിടേക്കെല്ലാം കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു പ്രാധാന്യം അത് നൽകാതെയാണ് ഇവർ ഇൻഫ്രയിലേക്കും മറ്റും വെള്ളം എത്തിക്കുന്നു. എന്നാൽ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇവിടുത്തെ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനവും ചെയ്തില്ല എന്നത് തന്നെയാണ് ജല അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും പ്രധാന വീഴ്ച. അതുകൊണ്ട് തന്നെയാണ് ബാക്കി സ്രോതസ്സുകളിലേക്ക് ഇവർക്ക് പോകേണ്ടി വരുന്നതും ഇപ്പോഴത്തെ ഈ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതും. ആ ഒരു പ്രതിസന്ധി മനസ്സിലാക്കി അതിനുള്ള ഒരു പരിഹാരം കൂടി കണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം, ശാശ്വത പരിഹാരം ഉണ്ടാവൂ. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ചികിത്സ ഇപ്പോൾ ലഭ്യമാക്കുക എന്നതിന് തന്നെയാണ് പ്രാധാന്യം. അത്തരമൊരു ആരോഗ്യവകുപ്പിൻ്റെ പോലും ഇടപെടൽ ഉണ്ടാവുന്നതിന് അതിന് ആരോഗ്യമന്ത്രിയുടെ ബന്ധു ആരോഗ്യമന്ത്രിയെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വന്നു എന്നത് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഏറ്റവും വലിയ പരാജയമായും നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഇപ്പോൾ ഒരാൾ കൂടി ഈ വിഷയത്തിൽ പരിസ്ഥിതി സെല്ലിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇവിടെ പ്രതികരിക്കാനായി എത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എത്രത്തോളം ഗൗരവകരമായിട്ടാണ് കാണുന്നത്? സാറേ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരുപാട് മാലിന്യ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യാനുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതികൾ പലതും പോലും പാളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ സാറേ, വേറെ ഒന്നും കൊണ്ടല്ല. കേരളത്തിലുള്ള മുഴുവൻ
വീടുകൾക്കും ചെറിയ രീതിയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പാർട്ടിക്കാരല്ലാത്ത മെമ്പർമാരാണ് അവരിത് അനാസ്ഥ കാണിക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിന് എസ്റ്റിമേറ്റ് അറിയാൻ വേണ്ടി എടുത്തു. ഇപ്പോൾ ഇവിടുത്തെ തന്നെ വിഷയങ്ങളാണെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വേറെ ഇല്ല. വെള്ളം പോലും ഇവിടുത്തെ തോടുകൾ ഒഴുകുന്നത് മലിനജലമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രതികരിക്കാൻ ആരെയും കൊണ്ട് സാധിക്കുന്നില്ല. ജല അതോറിറ്റി പോലും ശുദ്ധജലം എത്തിക്കുന്നില്ലെന്നുള്ളതാണ് വേങ്ങൂരെയൊക്കെ വലിയ പ്രതിസന്ധി. പരാതി പറയുന്നത് ജല അതോറിറ്റിക്ക് പോലും ഒന്നും ചെയ്യാൻ. പിന്നെ ഇവിടുത്തെ പരാതി നമ്മുടെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആൾക്കാർ അറിഞ്ഞതിനെ തുടർന്ന് ഒരുപാട് ആളുകളോട് വന്നു പോയെന്ന് ഇങ്ങനെ പറയുന്നു. അത്ര നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കാര്യക്ഷമമായ രീതിയിൽ ഇതേപോലുള്ള വലിയ ഫ്ലാറ്റുകൾ, വീടുകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. കേന്ദ്ര സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യുന്നില്ല. എന്തു തന്നെയായാലും ഇവിടുത്തെ മാലിന്യവും ജല വിതരണത്തിലെ പാളിച്ചകളും എല്ലാം തന്നെ പ്രതിസന്ധിയാവുന്നു. എന്നാൽ ഏറ്റവും പ്രധാനമായും ഈ ഫ്ലാറ്റുകളിലേക്കെല്ലാം ആവശ്യത്തിനുള്ള വെള്ളം എത്തിക്കുക, അത് ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ രോഗികൾക്ക് കൃത്യമായി തന്നെ ചികിത്സ ലഭ്യമാക്കിക്കൊണ്ട് ഇനിയും കൂടുതൽ ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് പോകാതെ ഇതിന് തടയിടുക എന്നത് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെയും ജല അതോറിറ്റിയുടെയും എല്ലാം മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയായി നിലനിൽക്കുന്നതും. രജനി, ഏതായാലും ജനങ്ങളുടെ ആരോഗ്യം അത് തന്നെയാണ് പ്രാധാന്യം. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും ജനപ്രതിനിധികളും സർക്കാരും ഒക്കെ തന്നെ. ഇപ്പോൾ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 250-ലധികം പേർ ചികിത്സയിലായത് സർക്കാർ കണ്ടില്ല എന്ന് തന്നെയാണ് നടിക്കുന്നത്. ജലവകുപ്പ് കണ്ടില്ല എന്ന് തന്നെയാണ് നടിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ കൊച്ചിയിലെ ഫ്ലാറ്റുകളിൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതും. ഇനിയെങ്കിലും ശുദ്ധജലം കൊടുക്കൂ, ജനങ്ങളെ സംരക്ഷിക്കൂ. ഈ 6000-ഓളം ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെയുണ്ട്. അവരുടെ പോലും ആരോഗ്യം നോക്കാതെയാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവിടെ തുടങ്ങുന്നത്. എന്തായാലും ഫ്ലാറ്റുകൾ വിതരണം ചെയ്യുന്ന കുടിവെള്ളമാണ് രോഗകാരണമാകുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഇനി ഈ വാട്ടർ അതോറിറ്റിയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പും ഒക്കെ തന്നെ സാമ്പിളൊക്കെ തന്നെ പരിശോധിക്കാനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം മാത്രമേ ഇതിൽ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുള്ളൂ. അപ്പോഴും പരസ്പരം പഴിചാരുന്നതല്ലാതെ ശുദ്ധജലം ഫ്ലാറ്റുകളിലും അതുപോലെ തന്നെ ഈ ജനങ്ങൾക്കും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപര്യാപ്തമായിട്ട് തന്നെയാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇത് ഈ കൊച്ചിയിലെ മാത്രമായിട്ടുള്ളൊരവസ്ഥയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. പലയിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. രോഗക്കിടക്കയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് എത്രത്തോളമാണ് ഈ കുടിവെള്ളം വില്ലനാകുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. വിശദമായ റിപ്പോർട്ടാണ് DLF ഫ്ലാറ്റിന് മുന്നിൽ നിന്നും സുധീഷ് ഗോപാൽ നൽകിയത്.